ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. അപ്പൊസ്തലന്മാർ മടങ്ങിവന്ന് തങ്ങൾ ചെയ്തതെല്ലാം യേശുവിനെ അറിയിച്ചു. അവൻ ബെത്ലസ്തായ എന്ന പട്ടണത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി. ഇതറിഞ്ഞ് ജനങ്ങൾ അവൻ്റെ പിന്നാലെ ചെന്ന് അവൻ അവരെ സ്വീകരിച്ച് ദൈവരാജ്യത്തെപ്പറ്റി അവരോട് പ്രസംഗിക്കുകയും രോഗശാന്തി ആവശ്യമായിരുന്നവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. പകൽ അസ്തമിച്ചു തുടങ്ങിയപ്പോൾ 12 പേരും അടുത്തുവന്ന് അവരോട് പറഞ്ഞു, നാം വിജനപ്രദേശത്തായതുകൊണ്ട് ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പോയി താമസിക്കുന്നതിന് ഭക്ഷണസാധനങ്ങൾ വാങ്ങുന്നതിനും ജനങ്ങളെ പറഞ്ഞയക്കുക. അവൻ പ്രതിവദിച്ചു, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. അവർ പറഞ്ഞു, ഞങ്ങളുടെ പക്കൽ 5 അപ്പവും 2 മത്സ്യവും മാത്രമേയുള്ളൂ. ഈ ജനങ്ങൾക്കെല്ലാവർക്കും ഭക്ഷണം നൽകണമെങ്കിൽ ഞങ്ങൾ പോയി വാങ്ങിക്കൊണ്ടുവരണം. അവിടെ ഏകദേശം 5000 പുരുഷന്മാർ ഉണ്ടായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, 50 വീതം പന്തികളായി ജനങ്ങളെ ഇരുത്തുവിൻ. അവർ അങ്ങനെ ചെയ്തു. എല്ലാവരെയും ഇരുത്തി. അപ്പോൾ അവൻ ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗ്ഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ആശീർവദിച്ച് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാനായി ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. എല്ലാവരും ഭക്ഷിച്ചു തൃപ്തരായി. ബാക്കി വന്ന കഷണങ്ങൾ 12 കുട്ട നിറയെ ശേഖരിച്ചു. 5 അപ്പവും 2 മത്സ്യവും കൊണ്ട് 5000 പേരെ തൃപ്തിപ്പെടുത്തി. അവർക്ക് വിശപ്പടക്കി. ബാക്കി 12 കുട്ട നിറച്ച കാരുണ്യവാനായ കർത്താവിന് നമ്മുടെ ആവശ്യങ്ങൾ നിയോഗങ്ങളും എന്താണെന്നറിയാം. പൊന്നുതമ്പുരാനോട് വിശ്വാസത്തോടുകൂടി ചോദിക്കുന്നതെന്തും നൽകും. നിനക്ക് നിന്റെ എത്ര വലിയ കോടിക്കണക്കിന് കടബാധ്യതയായാലും, മെഡിക്കൽ സയൻസ് നിന്നെ ഉപേക്ഷിച്ചതായാലും, മരിച്ച ലാസറിനെ ഉയർപ്പിച്ച, കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തിയ, അന്ധന് കാഴ്ച നൽകിയ, ചെകിടന് കേൾവി നൽകിയ പൊന്നു തമ്പുരാന് നിന്റെ ആവശ്യങ്ങളും നിയോഗങ്ങളും കഷ്ടപ്പാടുകളും വേദനകളും മാറ്റുവാൻ ഒരു നിമിഷം മതി. നിന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുവാനും നിന്റെ കടബാധ്യതകൾ നീക്കി നിനക്കൊരു സ്ഥിര വരുമാന മാർഗം നൽകുവാനും ദൈവത്തിനറിയാം. നിന്നെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് നീ നടക്കേണ്ട വഴിയും കടന്നു പോകേണ്ട വഴിയും കടന്നു പോകേണ്ട ദുഃഖങ്ങളും അനുഭവിക്കേണ്ട സന്തോഷങ്ങളും ഏവയെന്നും എത്ര കാലമെന്നും പൊന്നു തമ്പുരാൻ അറിയാം. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളെ സൃഷ്ടിക്ക് ഞങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഞങ്ങളെക്കുറിച്ച് അങ്ങയ്ക്കൊരു പ്ലാനും പദ്ധതിയും ഉണ്ടായിരുന്നല്ലോ. ഈശോയെ, ഞങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ഞങ്ങൾ പറയാതെ തന്നെ അങ്ങയ്ക്കറിയാം. ഈശോയെ, ഞങ്ങളുടെ വേദനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും കടബാധ്യതകളും ഈശോയെ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് ഇടപെടണേ. ഞങ്ങൾക്ക് അവയെല്ലാം തരണം ചെയ്ത് സഹനം സഹിച്ച് അതിനെ നിയന്ത്രിക്കുവാനും പ്രതിസന്ധിയിൽ ബലം നൽകി വിശ്വാസം നഷ്ടപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ വിളിച്ച് ജീവിക്കുവാനുള്ള കൃപ നൽകണമേ. പതറി ദൈവത്തെ ഉപേക്ഷിച്ച് തിന്മയിലകപ്പെടാതെ, ഞങ്ങളുടെ കഷ്ടതകളിലും വേദനകളിലും തിന്മയിലകപ്പെടാതെ ഞങ്ങളെ അങ്ങയുടെ തിരുരക്തത്താൽ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം. ദൈവമേ നന്ദി. ദൈവമേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ സ്തുതി, മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.